നമസ്കാരം. നമസ്കാരം. ഏവർക്കും മലയാളം ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു നാടകവുമായിട്ടാണ്. മലയാള സാഹിത്യത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു മേഖലയാണ് നാടകം. നമ്മൾ എല്ലാവരും ഏതെങ്കിലും രീതിയിലുള്ള കലകളെ ആസ്വദിക്കുന്നവരായിരിക്കും. നമ്മള് ജീവിതത്തിൽ കലകൾക്ക് അത്രത്തോളം പ്രാധാന്യമുണ്ട്. അത്തരത്തിൽ ഒരു കാലത്ത് ജനഹൃദയങ്ങൾ കീഴടക്കിയ ഏറ്റവും കൂടുതൽ ആരാധകർ സൃഷ്ടിച്ച ഒരു കലാരൂപമാണ് നാടകം. നാടകത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മള് ആ ഒരു നാടകത്തിന്റെ രചനയെ, അതിനെയും നാടകം എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് സിനിമയുടെ ആണെന്നെങ്കിൽ നമ്മൾ സിനിമയുടെ സാഹിത്യ രൂപത്തെ നമ്മൾ എന്ത് ചെയ്യും? തിരക്കഥ എന്ന് പറയും. കഥകളിയുടെ സാഹിത്യത്തെ ആട്ടക്കഥ എന്ന് പറയും. പക്ഷെ നാടകത്തിന്റെ സാഹിത്യ രൂപത്തെ നമ്മൾ നാടകം എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഏക അംഗം മാത്രമല്ല, ഏകാംഗ നാടകം എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഒരു അംഗം മാത്രമുള്ള, വളരെ കുറഞ്ഞ കഥാപാത്രങ്ങളുള്ള, എന്നാൽ ഒരുപാട് നല്ല മനോഹരമായിട്ടുള്ള അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള ഒരു 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 സന്ദേശം നമ്മളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു നാടകം തന്നെയാണെന്നുള്ളത് യാതൊരുവിധ സംശയവുമില്ല. കുറഞ്ഞ കഥാപാത്രങ്ങളുടെ ഇടയിൽ കൂടി കഥ പോകുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഇതൊന്നും, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, ലാഗൊന്നും ഒരിക്കലും നമുക്ക് വായനക്കാർക്ക് തരാത്ത രീതിയിൽ തന്നെയാണ് നാടകം രചിച്ചിട്ടുള്ളത്. അതിന് എഴുത്തുകാരൻ വളരെ ബോധപൂർവം തന്നെ കൃത്യമായ രീതിയിൽ സംഭാഷണങ്ങളാണെങ്കിലും സാഹചര്യങ്ങളാണെങ്കിലും കൂട്ടിയിണക്കിയിട്ടാണ് എഴുതിയിട്ടുള്ളത്. നമ്മുടെ പാഠഭാഗം 28 സബർമതി ദൂരത്താണ്. എന്താണ് സബർമതി ദൂരത്താണെന്ന് പറയുമ്പോൾ ഓക്കെ, സബർമതി എന്താണെന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് ആ ശീർഷകത്തിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. സാധാരണ ശീർഷകത്തിൽ നിന്നാണ് തുടങ്ങാറുള്ളത്. അപ്പോൾ നമ്മള് ശീർഷകം ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നില്ല. കാരണം ഇത് ഈ പാഠഭാഗത്തിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണ് സബർമതി. സോ നമ്മള് പാഠഭാഗത്തിലേക്ക് കടക്കുന്നു. എല്ലാ തവണയും പറയുന്നത് പോലെ തന്നെ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടായിരിക്കും ബാക്കിയുള്ള ക്ലാസ്സുകൾ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, തുടരുക. എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ കുറിച്ച് വെക്കുക, പിന്നീട് ചോദിക്കാനും ശ്രദ്ധിക്കുക. വളരെ ഒരു വലിയ ഭാഗമാണ് ഇത്. അതിനാൽ തന്നെ ഒരു ക്ലാസ്സോട് കൂടിയിട്ട് നമുക്കത് പൂർണ്ണമായിട്ട് ചർച്ച ചെയ്യാനായിട്ട് സാധിക്കില്ല. അതിനാൽ തന്നെ 2 ഘട്ടങ്ങളായിട്ട് അല്ലെങ്കിൽ 2 പാർട്ടായിട്ടായിരിക്കും നമ്മൾ ഈ ഒരു ഭാഗം ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഇത് അതിന്റെ ആദ്യ ഭാഗമായിട്ട് പരിഗണിക്കുക. സബർമതി ദൂരത്താണ് പാർട്ട് 1. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ക്രീൻ ഷെയർ ചെയ്യുന്നു. ബാക്കി കാര്യങ്ങൾ അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്യും. ഓക്കെ, ശ്രദ്ധിക്കും. അപ്പൊ നമ്മുടെ സ്ക്രീൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. സബർമതി ദൂരത്താണ്. രചന ജി ശങ്കര പിള്ള. ശീർഷകം കാണാം. അപ്പൊ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, സാഹിത്യം, സംഗീതം, നൃത്തം തുടങ്ങിയിട്ടുള്ള കലകളുടെ സമന്വയം ആയിട്ടുള്ള ഒരു കലാരൂപമാണ് നാടകം. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള കലകളിൽ ഒന്ന്. ജി ശങ്കരപിള്ള നിരവധി രചനകൾ അല്ലെങ്കിൽ നാടകങ്ങൾ രചിച്ചിട്ടുണ്ട്. നിരവധി ഏകാംഗ നാടകങ്ങൾ പോലും രചിച്ചിട്ടുണ്ട്. ഏകാംഗ നാടകം എന്ന് പറഞ്ഞാൽ ഒരു അംഗം അതിൽ തീരുന്ന ഒന്നാണ് ഏക അംഗമുള്ള നാടകങ്ങൾ എന്ന് പറയുന്നത്.
പരിമിതമായിട്ടുള്ള കഥാപാത്രങ്ങളായിരിക്കും ഏകാംഗ നാടകത്തിന്റെ ഒരു സവിശേഷത. അദ്ദേഹം രചിച്ച ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു ഏകാംഗ നാടകത്തിൽ ഉൾപ്പെടുന്നതാണ് നമ്മുടെ സബർമതി ദൂരയാണ്. അത് നമുക്ക് ഗ്രന്ഥകാര പരിചയത്തിലൂടെ തുടങ്ങാം. മലയാളത്തിലെ നാടകകൃത്ത്, സംവിധായകൻ, നാടക ചരിത്രകാരൻ, സൈദ്ധാന്തികനായിട്ടുള്ള ജി ശങ്കരപിള്ള. നാടക കളരി എന്ന ആശയം നമുക്ക് എല്ലാവർക്കും അറിയുന്ന നാടക കളരി ഉണ്ടല്ലോ, നാടകവുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ പ്രയോക്താവാണ്. തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ് താലൂക്കിൽ 1930 ജൂൺ 22 ജനനം. സ്നേഹദൂതൻ, വിവാഹം സ്വർഗത്തിൽ നടക്കുന്നു, പൂജാമുറി, ബന്ദി, കറുത്ത ദൈവത്തെ തേടി, കിരാതം, സബർമതി ദൂരെയാണ് പ്രധാന നാടകങ്ങളാണ്. 1977 കോഴിക്കോട് സർവകലാശാലയിൽ നിന്ന് സ്കൂൾ ഓഫ് ഡ്രാമ സ്ഥാപിക്കുന്നു. മലയാള നാടക സാഹിത്യ ചരിത്രം രചിച്ചു. നാടക ദർശനമാണ് പ്രസിദ്ധമായ അദ്ദേഹത്തിന്റെ ഗ്രന്ഥം. 1989 മരണം നടന്നത്. സോ നമുക്ക് രചനയിലേക്ക് കടക്കാം. ഗാന്ധിജിയുടെ പ്രശസ്തമായ ഒരു വാക്യത്തിലോടുകൂടിയാണ് ഈ ഒരു ഭാഗം ആരംഭിക്കുന്നത്. ഈ ഒരു ഭാഗത്തിന് അല്ലെങ്കിൽ ഈ ഒരു വാക്യത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. പലയിടങ്ങളിലും ഈ ഒരു വാക്യം വീണ്ടും വീണ്ടും ആവർത്തിച്ചു വരുന്നതായും നമുക്ക് കാണാം. Why so jubilant Sabarmati is far off, Naokali is near, ഗാന്ധിജി. ഇതാണ് നല്ല കൃഷിയിറക്കുന്ന കാലം, നിസാര വഴക്കുകളും നിറഞ്ഞു പറയുന്ന ഉത്സാഹ തിമിർപ്പും കൊണ്ട് നിറം പിടിച്ചു നിൽക്കുന്ന നാട്ടിൻപുറം. ഒരു സന്ധ്യയാണ് നാടകത്തിന്റെ ആരംഭ സമയം. കർട്ടൻ ഉയരുമ്പോൾ പശ്ചാത്തലമായി ഒരു വീട്. അവിടെ ആ വീടിനെ സൂചിപ്പിക്കുന്നത് മാധവന്റെ വീട് എന്നാണ്. അവിടെ അകത്തളത്തിൽ അവരുടെ അച്ഛന്റെ വലിയൊരു എണ്ണച്ചായ ചിത്രം, കലണ്ടർ, പടങ്ങൾ, മറ്റു ചിത്രങ്ങൾ. അവിടെ അരികിലായി ഇട്ടിട്ടുള്ള ഒരു മേശയുടെ പുറത്ത് ഏതാനും പുസ്തകങ്ങളും കത്തിച്ചു വെച്ച പഴയ നമ്മുടെ റാന്തലില്ലേ, തൂക്കി പിടിച്ചു കൊണ്ടുപോകുന്ന റാന്തൽ വിളക്കും കാണാനായിട്ട് സാധിക്കും. ശാന്തി വിളക്കിനരികിൽ ഇരുന്ന് പാഠങ്ങൾ വായിക്കുക. ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിനി പാഠങ്ങൾ ഉരുവിട്ട് കാണാതെ പഠിക്കും. ഇതാണ് ആദ്യ രംഗം. മാധവൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വീടായിട്ടാണ് വീടിനെ സൂചിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ അനുജത്തിയാണ് ശാന്തി. അവൾ ഇരുന്ന് പഠിക്കുന്ന ആ ഒരു വീടിന്റെ തളം, വീടിന്റെ ഭാഗമാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ആ വീടിന്റെ ഭാഗത്തുള്ള അല്ലെങ്കിൽ ആ ഒരു രംഗത്തുള്ള ഈ ഒരു അംഗം അല്ലെങ്കിൽ ഈ ഒരു പശ്ചാത്തലത്തിലാണ് കഥ പൂർണ്ണമായിട്ടും നടക്കുന്നത്. അവിടെ ആദ്യം തുടങ്ങി അവസാനം വരെ നമുക്ക് കാണാൻ കഴിയുന്നത് മറ്റ് കഥാപാത്രങ്ങളുടെ വരവും പോക്കും ഉണ്ടായിരിക്കാം. അതിനപ്പുറം വലിയൊരു അച്ഛന്റെ, ഈ പറയുന്ന കുടുംബത്തിലെ അച്ഛന്റെ എണ്ണച്ചായ ചിത്രം, ഒരു കലണ്ടർ ഉണ്ട്, പിന്നെ മറ്റു പടങ്ങൾ, ചിത്രങ്ങൾ, ഇവയൊക്കെ ചുവരിൽ കാണാം. പിന്നെ ഒരു എഴുത്തുമേശ, അതിന് പുറത്ത് പുസ്തകങ്ങൾ, കത്തിച്ചു വെച്ച റാന്തൽ വിളക്കും. ഇതാണ് ഒരു അന്തരീക്ഷം. അവൾ പണ്ടത്തെ പണ്ടത്തെ രീതി അനുസരിച്ച് എല്ലാം കാണാപാഠം പഠിക്കുകയാണ്. തൊട്ടരികിലായിട്ട് തേവൻ ഇരിക്കുന്നത് കാണും. തേവൻ മറ്റൊരു കഥാപാത്രം, പ്രധാന കഥാപാത്രം. വർഷങ്ങളായി ആ കുടുംബത്തിന്റെ ആശ്രിതനായിട്ട് കഴിയുന്ന തേവൻ എന്ന് പറയുന്ന കഥാപാത്രമാണ്. അദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ സ്വഭാവ സവിശേഷതകളെ കുറിച്ച് നമുക്ക് സന്ദർഭങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. നോക്കാം.
കുട്ടി വായിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈ സോ ജൂബിലൻ സബമതി ഫാർ ഓഫ്, നൗക്കലി ഈസ് നിയർ, വൈ സോ ജൂബിലൻ, വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പണ്ടുണ്ടാവുന്നല്ലേ, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കില്ല നമ്മൾ. കാണാപ്പാടം, പണ്ടത്തെ ഒരു പഠനം അങ്ങനെയായിരുന്നു. എന്താ ഏതെന്ന് പറയണ്ട, കാണാപ്പാടം പഠിച്ച് അതേപോലെ എഴുതി വെച്ചാൽ മതി അല്ലെ. വീണ്ടും വീണ്ടും ആവർത്തിച്ച് വായിച്ചിട്ട് എന്താ സംഭവം അല്ലെ. ദേവ, എന്താ കൊച്ചമ്പ്രാട്ടി എന്ന് വിളി കേട്ടപ്പോ ശാന്തി എന്താ വിളിച്ചത്, എന്നെന്താ വിളിച്ച്, ഒരു കപടമായ ദേഷ്യത്തോടു കൂടി കൊച്ചമ്പ്രാട്ടി എന്നുള്ള വിളി അവളെ ഒരു ദേഷ്യം ഉള്ളതാക്കി മാറ്റി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മുഖത്ത് ഒരു ദേഷ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ദേവനോട് സംസാരിക്കും. അതിനാൽ തന്നെ അല്പം ഒന്ന് പരിഭ്രമിച്ചിട്ടാണ്, അയ്യോ ഞാൻ അറിയാണ്ട് വല്ലതും പറഞ്ഞു പോയോ തമ്പ്രാട്ടിയെ, ഇതാ ഇപ്പോഴും ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ഈ വയസ്സം മറന്നുപോയത് തമ്പ്രാട്ടിയെ. നമുക്ക് ആ ഒരു സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാകാം, ഈ പറയുന്ന ആശ്രിതനായിട്ട് കഴിയുന്ന ആ ഒരു വീടിന്റെ ആശ്രിതനായിട്ട് കഴിയുന്ന ദേവന് തന്നെ കൊച്ചമ്പ്രാട്ടി, കൊച്ചു തമ്പുരാട്ടി അല്ലെ, അതാണ് കൊച്ചമ്പ്രാട്ടി എന്ന് വിളിച്ചത് അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം പണ്ടത്തെ തമ്പുരാട്ടിയും തമ്പുരാന്റെ ഒക്കെ ഇതിൽ നിന്നൊക്കെ എത്രയോ മാറിയിട്ടുള്ള ആധുനിക ആളുകളിൽ ഒരാളാണ് ശാന്തി എന്ന് പറയുന്ന പെൺകുട്ടി. അതിനാൽ തന്നെ അവള് തുറന്ന് പറയുന്നുണ്ട്, ഇനി എന്നെ മേല തമ്പ്രാട്ടി എന്ന് വിളിക്കരുത് എന്ന് ഒരു അധ്യാപകൻ ഒരു കുട്ടിയെ ശിക്ഷിക്കുന്ന ഗൗരവത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, മനസ്സിലായോ എന്ന്, അണ്ടർസ്റ്റാൻഡ് എന്നൊക്കെ ഇംഗ്ലീഷ് പ്രയോഗങ്ങൾ ഉപയോഗിച്ച് ദേവനാക്ക് കേട്ട് ഒരു കുസൃതിക്കളിയാണെന്ന് മനസ്സിലാക്കി ചിരിച്ചിട്ട്, എന്നെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ എന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് വീണ്ടും ആ വാക്ക് നാവിലേക്ക് വരുന്നു, കൊച്ചമ്പ്രാട്ടി. പിന്നെയും എന്നുള്ള രീതിയിൽ കണ്ണുരുട്ടി കാണിച്ച് ശാന്തി ആ മേശപ്പുറത്ത് കിടക്കുന്ന ഒരു റൂൾത്തടി എടുത്തുകൊണ്ട് നിന്നിട്ട്, ഇനി പറഞ്ഞ ഞാൻ കാച്ചി കളയും അല്ലേ. എന്നിട്ട് ഒരു അധ്യാപകന്റെ, ഒരു ടീച്ചറുടെ ഗൗരവത്തിൽ പറയണം, സ്റ്റാൻഡ് അപ്പ്, സിറ്റ് ഡൗൺ അല്ലേ, റൈറ്റ് ടേൺ, അബൌട്ട് ടേൺ, ഇങ്ങനെ ഓരോ സ്റ്റാൻഡ് അപ്പ് ഓൺ ദ ബെഞ്ച് എന്നൊക്കെ അവരിരുവരും തമ്മിൽ ഒരു എന്താ പറയാ, തമ്പുരാട്ടിയും ആസ്വദനം എന്നതിലുപരി നല്ലൊരു സൗഹൃദമുണ്ട്. അതിൽ അവളും അതിന് ഉപരി ദേവനും സന്തോഷിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. വീണ്ടും വീണ്ടും കൊച്ചമ്പുരാട്ടി എന്നുള്ള വിളി ആവർത്തിക്കുമ്പോൾ അതിനെ വിലക്കുന്ന ശാന്തിയോട് ദൈവം പറയുന്നു, പഴകിയ ഈ ആൾക്കലെ നാവ് അങ്ങോട്ടേ വളയൂ എന്ന് പറയുന്നുണ്ട്. ഇനി ഇങ്ങനെ വിളിച്ച അച്ഛനാണ്, ദൈവത്തിനാണ്, എന്റെ സാറിനാണ് ഞാൻ സഹിക്കത്തില്ല. അതെന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. സാധാരണ അച്ഛനെയും അമ്മേനെയും ഒക്കെ നമ്മൾ പിടിച്ച് ആണയിടാറുണ്ട്, സാറിനെ പിടിച്ച് ആണയിടുന്നത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. എന്തായാലും മാതാപിതാ ഗുരുദേവനാണല്ലോ, അതുകൊണ്ടായിരിക്കാം. പിന്നെ എന്താ തമ്പ്രാട്ടി എന്ന് വിളിക്കേണ്ടത്? അതോ ഞാൻ പറഞ്ഞുതരാം. നല്ല കുട്ടികളുടെ ലക്ഷണം അതാണ്. അങ്ങനെ വ്യക്തമായി പറഞ്ഞെടുക്കുന്നു, ശാന്തി, അത്രേ ഉള്ളൂ. അയ്യോ കൊച്ചമ്പ്രാട്ടിയെ, തമ്പുരാട്ടിയുടെ പേരല്ലേ ഈ പറയുന്ന ഒരു ആശ്രിതനായിട്ടുള്ള വ്യക്തി അവിടുത്തെ തമ്പുരാട്ടിയായിട്ട് ഇരിക്കേണ്ട കുട്ടിയുടെ പേര് ശരിക്കും വിളിക്കേ. അടിയന്റെ കരിക്കാടിയില് പാറ്റ ഇടല്ലേ, നമ്മൾ പറയില്ലേ, എന്റെ കഞ്ഞിയില് പാറ്റ ഇടല്ലേ. എന്താ എന്റെ ദേവ, എനിക്ക് വിളിക്കാൻ കണ്ടമുണ്ട്, കഷ്ടം അല്ലെ, പ്രയാസം എന്നൊക്കെ അർത്ഥം. അങ്ങനെ വിളിച്ചപ്പോ ആകാശം ഇടിഞ്ഞു വീഴോ, ഭൂമി പിളർന്ന് പാതാളാവോ? ഏന് പഠിത്തമില്ല ഈ കഴുത്തെ ചുറ്റും നാക്കേ കൊള്ളവരോട് വാതാടാന്. ആ ഒരു പദപ്രയോഗങ്ങളൊക്കെ നോക്കി, അതായത് ഇപ്പോഴും
പണ്ടത്തെ ആ ഒരു രീതിക്കനുസരിച്ച് വീട്ടിലെ ചെറിയ കുട്ടികൾ മുതൽ ബാക്കിയുള്ള എല്ലാവരെയും തമ്പുരാട്ടിയും തമ്പുരാനും ഒക്കെ ആയിട്ട് കരുതുകയാണ്, അല്ലെങ്കിൽ അതേ രൂപത്തിലാണ് നമ്മുടെ തേവൻ പരിഗണിക്കുന്നത്. പക്ഷെ ശാന്തിക്ക് അത് തീരെ ഇഷ്ടമല്ല. അതുകൊണ്ട് സ്വന്തം പേര് വിളിക്കാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ അദ്ദേഹത്തിന് അത് കുറച്ച് പ്രയാസമാവുന്നുണ്ട്. ഏതായാലും ഉരുളക്കുപ്പേരി പോലെ മറുപടി വരുന്ന ശാന്തിയിൽ നിന്നും അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് പഠിത്തമൊന്നുമില്ല, അതുകൊണ്ട് ഈ കഴുത്തേ ചുറ്റും നാക്കുള്ളൂ അല്ലെ, ഇത്രയും വലിയ നാക്കുള്ള ഒരാളോട് വാതാടാൻ എനിക്ക് എന്ത് ചെയ്യില്ല, കഴിയൂല എന്ന് പറയുന്നുണ്ട്. നോക്കൂ, ശാന്തി പറയുന്നുണ്ട്, അപ്പൊ പറയണ കേക്കണം, വാതാടണ്ട. ഇന്നിപ്പോ മാല ജീവിച്ചിരുന്നെങ്കിൽ തേവൻ എന്തോ വിളിക്കുമായിരുന്നു. പെട്ടെന്ന് തേവന്റെ മുഖം ഇങ്ങനെ മങ്ങുന്നുണ്ട്. മാല എന്ന പേര് അദ്ദേഹത്തിന് ഒരു കണ്ണീർ കണമാണ് സമ്മാനിക്കുന്നത്. അവളെക്കുറിച്ചുള്ള ഓർമ്മകൾ തേവന്റെ മുഖത്ത് തീർക്കുന്ന ആ ഒരു സങ്കടം കണ്ടുകൊണ്ട് ശാന്തിക്കും എന്ത് ചെയ്തു, ആ തമാശ അവസാനിപ്പിക്കണം തോന്നി. അവളെ തേവനടുത്തേക്ക് ചെന്നുകൊണ്ട് പറയുന്നു, ഞാൻ വേദനിപ്പിച്ചോ? ഇല്ലംബ്ര ഇല്ല ഇല്ല കുഞ്ഞോ എന്ന് ചിന്തിച്ചു പോയി, ഇല്ല വിചാരിച്ചു പോയി. എന്റെ ക്രാത്തി ഓളപ്പുണ്ടായിരുന്നെങ്കിൽ ഒടയമ്പ്രാൻ ജയിച്ചു കളഞ്ഞു. അപ്പൊ മാല എന്ന് പറയുന്നത് എന്റെ ക്രാത്തിയെ, കിടാത്തി, മകളെ നഷ്ടപ്പെട്ട ഒരു അച്ഛന്റെ വേദന ഭൂതകാലത്തിന്റെ ഓർമ്മകളിലേക്ക് എത്തുമ്പോൾ സങ്കടപ്പെടുന്നതാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ തേവൻ തലയുയർത്തി നോക്കാനായിട്ട് ശാന്തി ആവശ്യപ്പെടുന്നു. ഒരു നിമിഷം അവർ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് കൈകൊണ്ട് തേവന്റെ കണ്ണുനീരൊക്കെ ഒപ്പിക്കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്, തേവന്റെ മരിച്ചുപോയ മാലയായിട്ട് എന്നെന്ത് ചെയ്താൽ മതി, കണ്ടാ മതി അല്ലേ? കാരണം ഞാനും തേവന്റെ മകളാണ് എന്ന് കണ്ടാ മതി. അങ്ങനെയെങ്കിൽ എന്നെയും ശാന്തിന്ന് വിളിക്കാലോ എന്ന് അവള് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. വേണുവേട്ടനും എനിക്ക് മറ്റൊരാളായിരുന്നില്ല മാല. അപ്പൊ അടുത്ത കഥാപാത്രത്തിലെ കൂടി ആ ശാന്തിയുടെ സംഭാഷണത്തിലൂടെ കൊണ്ടുവരികയാണ്. അപ്പൊ ഒരുപാട് കഥാപാത്രങ്ങളായിട്ട് മാധവന്റെ വീട്, ശാന്തിയെ കാണിച്ചു, ദേവനെ കാണിച്ചു, അടുത്ത കഥാപാത്രത്തിന്റെ പേര് വേണു. അപ്പോ ശാന്തിയുടെ ജ്യേഷ്ഠനാണ്, മറ്റൊരു ജ്യേഷ്ഠനാണ് വേണു. അവർക്കിരുവർക്കും മാല വളരെയധികം അടുത്ത ഒരു 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 ആളായിരുന്നു എന്ന് പറയുന്നു. വീണ്ടും കണ്ണു നിറഞ്ഞുകൊണ്ട് അവളെ കുറിച്ച് ഓർത്ത് ദൈവത്തെ പഴിക്കുകയാണ് നമ്മുടെ സ്വന്തം ദേവൻ. ഏതായാലും ഒടയമ്പ്രാനെ നമുക്കും പറ്റിക്കാം, എന്നെ മാലേന്ന് വിളിച്ചാൽ മതി. പക്ഷെങ്കിൽ കുഞ്ഞോ മാധവൻ തമ്പ്രാൻ, ആ ഒരു വാക്യത്തിലുണ്ടെല്ലാം. മാലയ്ക്കും, ക്ഷമിക്കണം, ശാന്തിക്കും ഇനിയിപ്പോ തേവനാണെങ്കിൽ പോലും അങ്ങനെ വിളിക്കാൻ നിൽക്കുമ്പോൾ മാധവന്റെ വീട് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ ആ മാധവൻ എന്ന് പറയുന്ന തമ്പുരാന്, ശാന്തിയുടെ ജ്യേഷ്ഠനായിട്ടുള്ള മാധവന് ഇതൊന്നും ഇഷ്ടമില്ല എന്ന് കൃത്യമായിട്ട് ആർക്കറിയാം? തേവനറിയാം. കൊച്ചേട്ടൻ, തമ്പ്രാ ഒന്ന് വേറെ, ഈ അടുപ്പവും വിളിക്കൊന്നും തമ്പ്രാന് പിടിക്കൂല. അപ്പൊ രണ്ട് ജ്യേഷ്ഠന്മാരാണ്, ഒന്ന് കൊച്ചേട്ടനും ഒന്ന് വലിയേട്ടനും. കൊച്ചേട്ടനാണ് മാധവൻ, മൂത്ത ജ്യേഷ്ഠനാണ് വേണു. അപ്പോ നമ്മുടെ ചെറിയ കൊച്ചമ്പ്രാന് അല്ലേ, ചെറിയ കൊച്ചമ്പ്രാനല്ല, ചെറിയ തമ്പുരാനായിട്ടുള്ള മാധവന് ആ വിളിയും അടുപ്പവും ഒന്നും പറ്റുന്നില്ല എന്ന് തേവൻ നമുക്ക് മനസ്സിലാക്കി തരുന്നു. പിന്നീട് അങ്ങോട്ട് നമുക്ക് കഥാപാത്രത്തെ കാണുമ്പോൾ കുറച്ചും കൂടെ വ്യക്തമാക്കി തരാം. പക്ഷെ അതിനു മുൻപ് തന്നെ നമുക്ക് ആ ഒരു കഥാപാത്രത്തെ മനസ്സിലാക്കി തരാനായിട്ട് തേവൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ സംഭാഷണത്തിലൂടെ
എഴുത്തുകാരൻ ശ്രമിക്കുന്നുണ്ട്. പിടിക്കാത്തവർക്ക് പിടിക്കണ്ട. എന്റെ അച്ഛനുണ്ടായിരുന്നപ്പോ തേവൻ എങ്ങനെ കഴിഞ്ഞ്? അപ്പോ അച്ഛൻ, അവിടെ ചിത്രത്തിലുള്ള അച്ഛനുണ്ടായിരുന്ന കാലം, അതിനെക്കുറിച്ച് തേവൻ വീണ്ടും സ്മരിക്കുന്നു. അദ്ദേഹം ചുമരിലുള്ള ചിത്രത്തിലേക്ക് നോക്കി വികാരധീനനായി. എന്റെ തമ്പ്രാനും മാലില്ലാത്ത ഭൂമിയിൽ ഏൻ കഴിഞ്ഞിട്ട് എന്തിനാണ്? ആ ലോകത്തിൽ കഴിയുന്നത് പോലെ. പക്ഷേല് ഏൻ തമ്പ്രാൻ കണ്ണടയ്ക്കും മുമ്പ് വിളിച്ചു പറഞ്ഞ്, ദേവാ ഏന് കാണാൻ വയ്യ, കണ്ണിലൊക്കെ ഒരേ വെള്ളപ്പാച്ചില്. ഏൻ വിളി കേട്ട്, ഓ അമ്ര, കൈകൊണ്ട് മാടി വിളിച്ച് എന്നിട്ട് ചൊല്ലി, ദേവാ എന്റെ കിടാങ്ങള്, എന്റെ കിടാങ്ങള്. പിന്നൊന്നും കേട്ടില്ല. അപ്പൊ മരണസമയത്തെ അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ നിന്ന് എടുത്തുകൊണ്ട് പറയാണ്, തന്റെ മരണസമയത്ത് പോലും അടുത്തുണ്ടായിരുന്ന ഈ പറയുന്ന എന്തേലും പറയാ, തേവനെ കുറിച്ച്. തേവന് വന്ന് നോക്കുമ്പോൾ തമ്പുരാന് കണ്ണിൽ ഇരുട്ട് കയറി. മരണത്തിലേക്ക് കടക്കുമ്പോഴും അവസാനമായിട്ട് പറഞ്ഞത് എന്റെ കുട്ടികളെ കുറിച്ചാണ്. ശാന്തിയും മാധവനും വേണുവും അടങ്ങുന്ന കുട്ടികളെ കുറിച്ച്. കുറച്ച് ഗദ്ഗതത്തോടു കൂടി തേവനെ വിളിച്ചുകൊണ്ട് അവളും കരയുകയാണ്. താൻ പറഞ്ഞ കാര്യങ്ങൾ മകൾക്ക് കൂടി, അല്ലെങ്കിൽ തന്റെ അച്ഛനെ കുറിച്ച് കേട്ട ശാന്തിക്ക് കൂടി സഹിക്കാനായിട്ട് കഴിയുന്നില്ല. കണ്ണിൽ നിന്ന് വെള്ളം വരുന്നു എന്ന് കണ്ട തേവൻ, അയ്യോ ഞാൻ അറിയാതെ എന്റെ കുഞ്ഞിനെ കൂടി കരയിച്ചല്ലോ എന്നുള്ള സങ്കടമൊക്കെ പറയുന്നുണ്ട്. ഞാൻ കണ്ണീരൊക്കെ തുടയ്ക്കാം, പക്ഷേ എന്നെ മാലെന്ന്, അല്ലേ, എന്നെ മാലേന്ന് വിളിക്കുവോ അല്ലെങ്കിൽ ശാന്തിന്ന് വിളിക്കുവോ, ഏതെങ്കിലും ഒന്ന് വിളിച്ചാൽ മതി. ഈ കുഞ്ഞിന്റെ ഒരു പ്രാന്ത്. പ്രാന്ത് അത് കൊച്ചേട്ടനും കൂട്ടർക്ക്. വീണ്ടും കൊച്ചേട്ടന്റെ തലയില കണ്ടോ. എന്നെ വിളിക്ക്, എന്നാലേ ഞാൻ പോകുള്ളൂ. ദേവൻ അറച്ച് അല്ലെങ്കിൽ മടിച്ച്. ശാന്തി. റൈറ്റ്. ഇനി മാല. കുറെ കൂടി തിടുക്കത്തിൽ, കൂടുതൽ വികാരാത്മകനായി അദ്ദേഹം, ദേവൻ ശാന്തിയെ മാലേ മാലേ തന്റെ മകളുടെ പേര് വിളിച്ച് കണ്ണു നിറയ്ക്കുന്നു. ഓക്കെ ശരി, ഇനി ഞാൻ അല്പം പഠിച്ചു കളയാം. വീണ്ടും പഠിക്കാനായി പോകുന്നു. എന്താ? വൈ സോ ജൂബ്ലൻസ് അബമതി ഈസ് ഫാർ ഓഫ്, നവക്കലി ഈസ് നിയർ. ആവർത്തിക്കുന്നു. ഇപ്പൊ തന്നെ ആലോചിച്ച് നോക്ക് എത്രാമത്തെ വട്ടായിന്നല്ലേ. അല്ല, എപ്പോഴാ നമ്മള് മാധവൻ കൊച്ചമ്പ്ര വരുന്നത്? എന്താ കൊച്ചേട്ടനെ? അല്ല, വയലിൽ രാത്രി വെള്ളം മുറിച്ചിടാൻ പോണെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ മൂപ്പര് ഈ പറയുന്ന മാധവൻ കൊച്ചു തമ്പുരാനെ കാത്തിരിക്കുകയാണ്. മറ്റുള്ളവരുടെ വയലിൽ നമ്മുടെ വയലിക്കോ? അപ്പൊ ഒരു വഴക്കൊക്കെ ഉണ്ടാക്കത്തില്ലേ? ചെലപ്പോ ഉണ്ടാക്കും അല്ലേ? അന്ത കാലത്തെ അനുസരിച്ച് നിസ്സാര കാര്യങ്ങൾ കാണിച്ച് കത്തിക്കുത്തും കൂട്ടത്തല്ലൊക്കെ നടക്കുന്ന, കൂട്ട ഇടിയൊക്കെ നടക്കുന്ന കാലഘട്ട. അല്ല, അതിനൊക്കെ എന്തിനാ തേവൻ പോകണമെന്നുള്ള ശാന്തിയോടെ ഇടപെടും. ഏതായാലും കൊച്ചേട്ടൻ പോട്ടെ, തേവനേക്കാൾ തടിമെടുക്കൊക്കെ ഉള്ള കൊച്ചേട്ടനല്ലേ, തേവൻ പോണ്ട എന്ന് പറയുന്നുണ്ട്. തേവൻ അതിന് മറുപടി പറയുന്നുണ്ട്, എനിക്കൊന്നും ഇതിനൊന്നും വയ്യ അങ്ങനെ പറഞ്ഞേക്കാന്. തേവനും കൊച്ചമ്പ്രാനും ഒന്നുപോലെ. തേവനെ കൊണ്ട് പറ്റുന്ന പണിക്ക് തേവൻ പോണം, കാരണം പണിക്കാരനാണ്. കൊച്ചമ്പ്രാനെ കൊണ്ട് പറ്റുന്ന പണിക്ക് കൊച്ചമ്പ്രാൻ പോണം. അത് തമ്പുരാനും ഈ അവിടുത്തെ ആശ്രിതൻ അഥവാ ജോലിക്കാരനുമാണ് തേവൻ. രണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് തേവൻ. കുഞ്ഞു പോയി പഠിച്ചാട്ടെ എന്ന തേവന്റെ മറുപടി. തേവനോട് വേണമെങ്കിൽ ഒന്ന് കിടന്നോ, കൊച്ചേട്ടൻ വരാൻ വൈകും, ചിട്ടിപ്പിരിവും നാട്ടുകാരും ജാതിക്കാരും എല്ലായിട്ട് നടക്കല്ലേ. അപ്പോ ആ വാക്യത്തിൽ കുറച്ചും കൂടെ നമുക്ക് മാധവനെ കുറിച്ച് മനസ്സിലാക്കാം. നാട്ടിലെ മുഴുവൻ കാര്യം നോക്കി നടപ്പുള്ള
ഒരു ചെറിയ തമ്പുരാൻ തന്നെയാണ് കൊച്ചേട്ടൻ, മാധവൻ കൊച്ചമ്പ്രാൻ. ചിട്ടിപ്പിരിവ്, നാട്ടുകാര്യങ്ങള്, ജാതിക്കാര്യങ്ങള് എല്ലാം ആയിട്ട് നടന്നു വരുമ്പോഴേക്കും ഒരുപാട് വേണ്ട വേണ്ട ഇനി കിടക്കണ്ട എന്റെ കൊച്ചമ്പ്രാട്ടെ, അല്ല എന്റെ പൊന്നും കൂടെ പഠിക്കുന്നത് കണ്ടുകൊണ്ടിരുന്നാ മതി. അപ്പോ ഓർമ്മിച്ച് ഓർമ്മിച്ച് ഈ പറയുന്ന കൊച്ചമ്പ്രാട്ടി എന്നുള്ള വിളി പതുക്കെ 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 ഒഴിയുന്നുണ്ട് തോന്നുന്നു. വീണ്ടും വായിക്കുന്നു. ഇതെന്താന്ന് മനസ്സിലാവില്ല, കുറെ നേരെ വയസ്സോ. ഞാൻ ഏതായാലും വേണുവേട്ടനോടൊന്ന് ചോദിച്ചു കളയാം. വേണുവേട്ടാ, അകത്തേക്ക് നോക്കിയിട്ട് അകത്ത് നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ വേണു എന്ന കഥാപാത്രം പ്രവേശിക്കുന്നു. കൃത്യമായി നോക്കിക്കോളൂ, അദ്ദേഹത്തിന്റെ ഒരു രൂപം അവിടെ കാണിച്ചിട്ടുണ്ട് എഴുത്തുകാരൻ. 30 കഴിഞ്ഞ പ്രായം, വളർത്തിയ താടി, കൂളിംഗ് ഗ്ലാസ് കൊണ്ട് അന്ധമായ കണ്ണുകൾ മറച്ച്. അപ്പൊ ഒരു അന്ധനാണ്. എന്തെന്ന് പറഞ്ഞാൽ കാഴ്ചയില്ലാത്തത്, കണ്ണ് കാണാത്ത ജ്യേഷ്ഠൻ. അതിനാൽ തന്നെ ശാന്തി ഒരു കയ്യിൽ പിടിച്ച് നടത്തിക്കൊണ്ടുവരുന്നു. മറ്റേ കൈകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു അന്ധന എന്ന രീതിയിൽ നമ്മള് അന്ധന്മാരിങ്ങനെ നടന്നു വരുമ്പോൾ ഒരു കൈ കൊണ്ട് ഇങ്ങനെ ഒരാളെ പിടിച്ച് മറ്റു കൈ കൊണ്ട് ഇങ്ങനെ തൊട്ടും തലോടിയും ആരെങ്കിലും മുൻപിലുണ്ടോ എന്നുള്ള ഒരു രീതിയിൽ ആകാശത്തേക്ക് തന്നെ മുൻപിൽ തടസ്സമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് പോരുന്നുണ്ട്. ഒടുവിൽ ശാന്തി ഒരു കസാരയിലേക്ക് ഏട്ടനെ ഇരുത്തുന്നു. ദേവൻ അവിടെ ഉണ്ടെന്ന് കാണിക്കാൻ ഒന്ന് മുരടനക്ക്. ആരാ ശാന്തി അത്? വീണ്ടും തുടങ്ങിയോ? ദേവനോട് പറയണം. ദേവൻ ഞാൻ ശബ്ദം കേട്ട് വേണു പുഞ്ചിരിക്കുന്നു. നീ എന്തിനാ എന്നെ വിളിച്ചത്? ചേട്ടാ, സാർ ഒരു പാരഫ്രൈസ് തന്നു, അത് ആലോചിച്ച് നോക്കിയിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. ഒന്ന് പറഞ്ഞത് ചേട്ടാ. അല്ലേൽ അല്ലേൽ എന്ത് ഭീഷണിയാണോ? അല്ലെങ്കിൽ ഒന്നുമില്ല. ചേട്ടന്റെ പൊന്നനിയെത്തി ദൈവവിശേഷമില്ലാത്ത സാറിന്റെ കയ്യിലുള്ള ചൂരൽ വടിയാൽ ആവോളം ചുംബിക്കപ്പെടും, അത്ര തന്നെ. ഒരു കൃത്രിമമായിട്ടുള്ള ഒരു സൂപ്പറൽ സംഭവമാണ്. എന്താ ഈ പറഞ്ഞ പോലെ പച്ച മലയാളത്തിൽ നല്ല അടി ചൂരലുകൊണ്ട് കിട്ടും എന്നർത്ഥം. ഏതായാലും ഏട്ടന്റെ നല്ലൊരു മറുപടി, ചുംബിക്കപ്പെടട്ടെ, അടി കിട്ടട്ടെ, അല്ലേ? നല്ല ഏട്ടൻ, അനിയത്തിയോടൊരു സ്നേഹമില്ലാത്ത ഏട്ടൻ. അതൊക്കെ പിന്നെ നമുക്ക് വായിക്കാം. നീ ആദ്യം പാരഫ്രൈസ് എന്താന്ന് പറയും. കാണാൻ പറ്റില്ലല്ലോ, വായിച്ചു തരാനായിട്ട് ആവശ്യപ്പെടും. വീണ്ടും ഏട്ടന് വേണ്ടിയിട്ട് ആ ഒരു വാക്യം വായിച്ചു കൊടുക്കുന്നുണ്ട്. വൈ സോ ജൂബിലൻ സബർമതി ഈസ് ഫാർ ഓഫ്, നവക്കലി ഈസ് നിയർ. പണ്ടെങ്ങോ കേട്ട ഈ ഒരു വാക്യം വളരെ ശ്രദ്ധാകുലനായിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു? കേൾക്കുന്നു. അത് അദ്ദേഹം പരിഭ്രാന്തപ്പെടുത്തുന്നു. അവളും എഴുന്നേൽക്കുന്നു. നിനക്കറിയുമോ ദാരു പറഞ്ഞു എന്ന്? അറിയില്ല. നീ അന്വേഷിച്ചില്ല? സാറ് പറഞ്ഞു പാരാപ്രൈസിന് ആരുടെയൊന്നും അറിഞ്ഞില്ലെന്ന് അറിഞ്ഞ് തീരുന്നു. ചിലപ്പോ ആ സാറിനും അറിഞ്ഞുകൂടായിരിക്കും. നീയും നിന്റെ സാറും. ശാന്തി, ഇത് നമ്മുടെ ഭാരതത്തിന്റെ പിതാവെന്ന് വിശേഷിപ്പിക്കുന്ന നമ്മുടെ സ്വന്തം ഗാന്ധിജി പറഞ്ഞതാണ്. 1947 ആഗസ്റ്റ് 14. അതിനൊരു പ്രത്യേകത ഉണ്ടല്ലേ ആ ദിവസത്തിന്? 1947 ആഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. ആ തലേ രാത്രി അദ്ദേഹം പറഞ്ഞു, വൈ സോ ജൂബിലൻ സബർമതി ഈസ് ഫാർ ഓഫ്, നവക്കലി ഈസ് നിയർ. എവിടെ വെച്ച്? ദേവനും ശ്രദ്ധ കൊടുക്കുന്നു. നവഖലിയിൽ ഒരു വൃദ്ധ മുസ്ലിം സ്ത്രീയുടെ കുടിയിൽ വെച്ച്. അന്ന് അവിടെ ഉപവസിക്കായിരുന്ന അദ്ദേഹം മനുഷ്യന് നല്ല ബുദ്ധി കൊടുക്കാൻ പത്രക്കാർ നിർദ്ദേശിച്ചപ്പോ, നിർബന്ധിച്ചപ്പോ
കൊടുത്ത സന്ദേശം. ഇനി ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ ശാന്തിക്ക് ദേഷ്യം വന്നിട്ട് ഈ എന്തേട്ടാ ഒന്ന് എനിക്ക് വിടാതെ ഒന്ന് പറഞ്ഞു തരൂ. ഇത് അങ്ങനെ ഇങ്ങനെയും പറയാൻ പറ്റില്ല, വളരെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. പറയാം, വേണു പറയാൻ തുടങ്ങുകയാണ്. കാരണം എനിക്കും വളരെയേറെ പറയാനുള്ള ഒരു വിഷയമാണത്. അത് പറയാൻ എനിക്ക് പ്രത്യേകിച്ചൊരു അവകാശമുണ്ട്. ഒരു മിനിറ്റ്. ക്ഷമിക്കണം. നമുക്ക് തൽക്കാലം ഇവിടെ നിർത്താം. കാരണം പടക്കം പൊട്ടിക്കുന്ന ശബ്ദമാണ്. ആ ശബ്ദത്തില് ക്ലാസ് എത്രത്തോളം വ്യക്തമാകുമെന്ന് അറിയില്ല. നമുക്ക് ഇവിടെ മുതൽ അടുത്ത പാർട്ടിൽ നമുക്ക് വിശദീകരിക്കാം. അപ്പോ ക്ഷമിക്കണം, നല്ല ശബ്ദമാണ് കേൾക്കുന്നത്. നമ്മുടെ ക്ലാസ്സിനത് തടസ്സമായിരിക്കും തുടർച്ചയായിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത്. ഇനി എന്തായാലും ഇത്രയും കാര്യങ്ങൾ, ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊന്ന് വ്യക്തമായിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യുന്നതായിരിക്കും. അപ്പോ എന്താണ് ആ ഒരു വാക്യം? ആ ഒരു വാക്യത്തില് പോയോ? ശബ്ദം പോയോ? ആ വാക്യത്തില് എന്താണ് ഒളിഞ്ഞിരിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു തുടങ്ങുകയാണ്. ശബ്ദം പോയെന്ന് തോന്നുന്നു. നമുക്ക് കുറച്ചും കൂടെ എടുക്കാം അല്ലെ? നോക്കാം. ശബ്ദം ഇനി വരികയാണെങ്കിൽ നമുക്ക് നിർത്താം കേട്ടോ. അപ്പോ അദ്ദേഹം പറയുന്നുണ്ട്, ഈ ഒരു വിഷയം പറയാൻ എനിക്ക് എന്തുണ്ട്, പ്രത്യേകിച്ചൊരു അവകാശമുണ്ട്. എന്താണെന്ന് അറിയാതെ തേവനും ശാന്തിയും അന്തം വിട്ടിങ്ങനെ നിൽക്കുക. തേവൻ ഈ കണ്ണുകളിലേക്ക് നോക്കുക, ഈ കാഴ്ച നശിച്ച കണ്ണുകളിലേക്ക്. നിനക്ക് മനസ്സിലാകുന്നില്ലേ? തേവന് ഒന്നും മനസ്സിലാകാത്ത, ഉടയമ്പ്രാൻ ചതിച്ച ചതി. അല്ല ദേവ, അത് ഉടയതമ്പ്രാനല്ല, അതിന്റെ കൈ മനുഷ്യന്റേതായിരുന്നു. പിശാചിനെ പൂജിക്കാൻ പുറപ്പെട്ട മനുഷ്യന് ഒരു പേടി സ്വപ്നം പോലെ തോന്നുന്നു. ഒരു തെരുവിൽ എല്ലാം എല്ലാം വന്യമൃഗങ്ങളാണെന്ന് തോന്നിച്ച സമയം, കോട്ടും സൂട്ടുമിട്ട വന്യമൃഗങ്ങൾ, കാട്ടുപോത്തിന്റെ നോട്ടവും ചെന്നായയുടെ വീറുമുള്ള മൃഗങ്ങൾ. എന്തൊരു പേടി പിടിച്ച നാളുകൾ! മതത്തിന്റെയും ജാതിയുടെയും കോലങ്ങൾ, ദൈവത്തിന്റെ പേരും വിളിച്ച് പരസ്പരം കഴുത്തിൽ കത്തിവെച്ച കാലം. ബോംബെയിൽ, ഡൽഹിയിൽ,
പരിഷ്കൃത മനുഷ്യൻ അധിവസിക്കുന്ന എല്ലായിടത്തും കഴുത്തറ്റ മനുഷ്യ ശരീരങ്ങൾ തെരുവിൽ തളം കെട്ടി നിന്ന് രക്തത്തിൽ കിടന്ന് പിടയ്ക്കുന്ന ഞാൻ കണ്ടു. ഇളനീര് കുത്തിപ്പൊട്ടിക്കും പോലെ രക്തം പിടച്ച് ചാടും. അപ്പോ മനുഷ്യന്റെ ഒരു കറുത്ത മുഖം പരസ്പരം ദൈവത്തിന്റെ പേര് വിളിച്ച് നടത്തുന്ന, മതത്തിന്റെ പേര് വിളിച്ച് നടത്തുന്ന, ജാതിയുടെ പേര് വിളിച്ച് നടക്കുന്ന കലാപഭൂമിയിൽപ്പെട്ട് കണ്ണ് നഷ്ടപ്പെട്ടു പോയ വേണുവിന്, ജന്മനാന്തനായിട്ടുള്ള ആളല്ല വേണു, ആ ഒരു കലാപഭൂമി അദ്ദേഹത്തെ അന്ധനാക്കി മാറ്റിയതാണ്. ആ ഒരു തെരുവിൽ കോട്ടും സൂട്ടുമിട്ട വന്യമൃഗങ്ങൾ, മനുഷ്യരെ പറയാണ്, ആലോചിച്ച് നോക്കും, മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും ജാതിയുടെയും ദൈവത്തിന്റെയും മതത്തിന്റെയും പേരിൽ ഇത്രത്തോളം ആളുകളുടെ ചോര രക്തം വീഴ്ത്തിയ ആ ഒരു കാഴ്ച അദ്ദേഹം നേരിട്ട് കണ്ടതിന്റെ ആ ഒരു സങ്കടം, ദുഃഖം, ഭയപ്പെടുത്തുന്ന ആ ഒരു നിമിഷങ്ങൾ ശാന്തിയോടും ദേവനോടും പങ്കുവയ്ക്കുക. ബാക്കി ആ കാഴ്ചയിൽ, ആ സമയത്തിൽ ഒരു കൈബോംബ്, ആ കൈബോംബിൽ കാഴ്ചയും അവസാനിച്ചു. അറ്റമില്ലാത്ത അന്തമില്ലാത്ത ഇരുട്ടിന്റെ ഇരമ്പുന്ന തീരത്തിൽ ഞാൻ വലിച്ചെറിയപ്പെട്ടു. തന്റെ കാഴ്ച ആ ഒരു രക്തദാഹികളായ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ എനിക്ക് നഷ്ടപ്പെട്ട ആ ഒരു കാഴ്ചയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ വികാരധീനനായി അദ്ദേഹത്തിന് എന്തെങ്കിലും കുടിക്കാനായി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശാന്തിയെ വിളിക്കുന്നു. പെട്ടെന്ന് അകത്തേക്ക് ഓടി ശാന്തി വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. ദാഹാർത്തനായി അദ്ദേഹം കുടിക്കുന്നു. ദേവൻ വളരെ ഭയത്തോടുകൂടി, അല്ലെ, ആ ഒരു ഇമോഷണൽ അദ്ദേഹത്തെ തളർത്തുകയാണ്. തമ്ര, പോയി കിടക്ക്, ക്ഷീണിച്ചു പോയി. വേണ്ട അമ്ര, വേണ്ട ദേവ, ദേവ, ഇവൾക്കിത് മുഴുവൻ പറഞ്ഞു കൊടുക്കട്ടെ. അതാണ് അനിയത്തി നൗക്കലി. ഇത്രയും നേരം നീ വായിച്ച നവക്കലി അതാണ്. രക്തദാഹികളായ മനുഷ്യ മൃഗങ്ങൾ നിറഞ്ഞാടിയ നൗക്കലി. അപ്പൊ പറയുന്നുണ്ട്, ഹിന്ദുവും മുസ്ലിമും എന്തിനെന്നറിയാതെ ഒരു സംഹാരത്തിന് കോപ്പിട്ടിറങ്ങിയ മണ്ണ്. അമ്മമാരും കുഞ്ഞുങ്ങളും എല്ലാം വെറും കുലവാഴ അരിയും പോലെ അരിയപ്പെട്ട മണ്ണ്. അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, സബർമതി ഈസ് ജൂബിലൻ, സബർമതി ഈസ് ഫാർ ഓഫ്, നവക്കലി ഈസ് നിയർ. നവക്കലി വളരെ 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 അടുത്താണ്. ഇതാണ് നവക്കലി. രക്തം ചിന്തുന്ന, മതത്തിന്റെയും അതുപോലെ തന്നെ ജാതിയുടെയും പേരിൽ വഴക്കടിക്കുന്ന നവക്കലി വളരെ അടുത്താണ്. സബർമതിയാണ് ദൂരെ. അടുത്ത ചോദ്യം, സബർമതി എന്താണ്? നീ കേട്ടിട്ടില്ലേ ഇതുവരെ അതിനെക്കുറിച്ച്? ഇല്ല ഏട്ടാ, കേട്ടിട്ടില്ല. അത്ഭുതമില്ല, കാരണം സബർമതിയേക്കാൾ ഇന്നത്തെ മനുഷ്യർ അറിയുന്നത് നവക്കലിയാണ്. സൃഷ്ടിയേക്കാൾ നശീകരണം. ആരും ഉണ്ടായിരുന്നില്ല ഒന്നും പറഞ്ഞുതരാം. ശാന്തിയുടെ മറുപടി, ശരിയാണ്, നിന്റെ കുറ്റമൊന്നല്ല, നിന്റെ തലമുറയുടെയും കുറ്റമല്ല. കുറ്റമെല്ലാം ഇതാ ഈ ഇരിക്കുന്ന തേവന്റെയും എന്റെയും തലമുറയുടെ, എന്റെ തലമുറയുടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുൻപ് കഴിഞ്ഞു പോയ തലമുറയാണ്. ഒന്നും മനസ്സിലാകാതെ തേവൻ ചോദിക്കുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്തു തമ്പ്ര? തേവാ, നീയൊന്നും ചെയ്തതല്ല, നീയും ഞാനും ഉൾപ്പെടുന്ന നമ്മുടെ തലമുറ അത് പറഞ്ഞു കൊടുക്കേണ്ടതെന്തോ ഇവർക്കും കൂട്ടർക്കും അത് പറഞ്ഞു കൊടുത്തിട്ടില്ല. പകരം എന്ത് ചെയ്തു? വേണ്ടാത്തത് പലതും പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. ശാന്തി അക്ഷമയായിട്ട് അവൾ ചോദിക്കുന്നുണ്ട്, എന്താ ചേട്ടാ ഈ സബർമതി? ഗാന്ധിജിയുടെ
പ്രിയപ്പെട്ട ആശ്രമം. മനുഷ്യത്വത്തിന് വികസിക്കാവുന്നിടത്തോളം വികസിക്കാൻ സാധിച്ച സ്ഥലം. ജാതി മത മറ്റ് താല്പര്യങ്ങളെ വിലങ്ങുകെട്ടില്ലാത്ത സ്വാതന്ത്ര്യ ഭൂമി. ഒറ്റ വാക്യത്തിൽ പറഞ്ഞാൽ അതാണ് സബർമതി. ഒരു മനോഹര സ്വപ്നമാണ് സബർമതി. മനുഷ്യന്റെ മഹത്തായ ഗുണങ്ങൾക്കൊക്കെ പരമമായ വികസിക്കാൻ കഴിഞ്ഞ ഒരു സ്വപ്നം. പെട്ടെന്ന് പുറത്തെ കഥകിൽ നിന്ന് മാധവന്റെ പ്രവേശനം. പൊതുവെ നമ്മൾ മാധവനെ കുറിച്ച് മറ്റുള്ള വാക്കുകളിൽ നിന്ന് മനസ്സിലായത് ഉൾപ്പെടെ ഒരു പരുക്കൻ കഥാപാത്രമാണ് രൂപത്തിലും പെരുമാറ്റത്തിലും എല്ലാം. ആ രംഗസ്ഥിതിക്ക്, അതായത് വേണുവും ശാന്തിയും തേവനും ഒന്നിച്ചുള്ള, വീട്ടിലെ ജോലിക്കാരനും ഏട്ടനും അനിയത്തിയും ഒന്നിച്ചുള്ള ആ രംഗം മൂപ്പർക്ക് പറ്റുന്നില്ല, ഒട്ടും പിടിക്കുന്നില്ല. വേണു പെട്ടെന്ന് സംസാരം നിർത്തുന്നു. ശാന്തി വേണുവിനെ പിടിച്ച് തേവൻ ഇരുന്നിടത്ത് എഴുന്നേറ്റ് കൂടുതൽ ഭയത്തോടെ ഒരരികിലേക്ക് മാറി നിൽക്കുന്നു. ചേട്ടാ, അകത്തു പോകാം. ചേട്ടന് ക്ഷീണം അധികമുണ്ട്. ആരപ്പോ വന്നത്? ഒരു ജ്യേഷ്ഠനാണ് എന്നുള്ള ഒട്ടും മയമില്ലാതെ, ഞാനാണ്. എന്നാ ശരി, പോകാൻ എത്തി. ആ മൂപ്പരോട് സംസാരിച്ച് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അല്ലേ? നമുക്ക് പതുക്കെ പതുക്കെ മനസ്സിലാവും. കൈക്ക് പിടിച്ച് ശാന്തി വേണുവിനെ കൊണ്ടുപോകുന്നു. ദേവ, ആ മുഹമ്മദ് കാസിമിന്റെ നിലം നമ്മുടെ അമ്പയറിന്റെ കീഴിലായിട്ട് അവന് നമ്മൾ പാട്ടുപെട്ടി അല്ലേ, പാട്ടുപെട്ടില്ല, പാടുപെട്ടി അല്ലേ, കെട്ടി നിർത്തിയിരിക്കുന്ന വെള്ളം ചോർത്തിക്കൊണ്ടുപോകാൻ പോവുക. മനസ്സിലായോ? മാധവൻ പറയണ ദേവനോട്. എന്താ സംഭവം മനസ്സിലായോ? നേരത്തെ ശാന്തിയോട് ദേവനൊരു വയലിലത്തെ വെള്ളത്തെ കുറിച്ച് പറഞ്ഞില്ലേ, അതേ സംഭവം. ആ മുഹമ്മദ് കാസിമിന്റെ നിലം ഒന്നിങ്ങനെ ആലോചിച്ചാൽ മനസ്സിലാവും. അപ്പൊ അങ്ങനെ നമ്മളെന്താ വേണ്ട? അല്ല, പാവങ്ങളല്ല തമ്പ്ര. ആ നിലം കണ്ട കഷ്ടം തോന്നും. ഒരിറ്റു വെള്ളമില്ലാത്ത സ്ഥല. ആ എന്നിട്ട് നമുക്ക് പെരുത്തുണ്ടല്ലോ, കുറച്ച് വെള്ളം ഇറ്റു കൊണ്ട് പോട്ടമ്പ്ര. പരിഹാസത്തോടെ ഒരു പൊട്ടിച്ചിരി ചിരിച്ച് പറയുന്നുണ്ട്. പാവങ്ങള്. ഇതാണ് തലപ്പുലയന്റെ നന്ദി. വിശ്വസ്തത. എടാ, നിന്റെ വിശ്വസ്തത എവിടെ കാട്ടണം? ഇവിടെ കാട്ടണം എന്നുള്ള രീതിയിലുള്ള ഒരു ചിരിയാണ് അവിടെ വരുന്നത്. മനം നൊന്തുകൊണ്ട് ദേവൻ പറയുന്നു, തമ്പ്രാ തമ്പ്ര അത് പറയല്ലേ, ഞാൻ വിശ്വസ്തനല്ല എന്നുള്ളത്. പിന്നെന്താ ഇത് പറയേണ്ടത്? ഉണ്ട ചോറിന് ഉചിതം കാട്ടാത്ത ഈ പണിക്ക് ഞാൻ എന്ത് പറയണം? ഉണ്ടോ ഈ പറയുന്ന നമ്മുടെ എന്തേലും പറയാ, മാധവന്റെ കഥാപാത്രം തനി ഒരു മുരടൻ സ്വഭാവമാണ്. പല രീതിയിലായിട്ട് നമുക്കത് എഴുത്തുകാരൻ പറഞ്ഞു തന്നു, ഇപ്പൊ നമ്മൾ നേരിട്ട് കാണുന്നു. ഒരു മയവുമില്ലാതെ ജ്യേഷ്ഠനോട് സംസാരിക്കുകയും തനി അല്ലെ തമ്പുരാന്മാരുടെ രീതിയിൽ ബാക്കിയുള്ളവരുടെ കഷ്ടപ്പെടുത്തിയാലും വേണ്ട, ഈ പറയുന്ന അല്ലെ മറ്റ് ഒരു മതത്തിലെ ഒരാളെ ആ ആളുടെ നിലത്തേക്ക് നമ്മൾ വെള്ളം കൊടുക്കില്ല എന്ന് മാത്രല്ല, വർഷങ്ങളായി വീട്ടിൽ ജോലി ചെയ്യുന്ന തേവനെ കുറ്റം പറയാൻ യാതൊരു മടിയും കാണിക്കാതെ വളരെ ലാഘവത്തോടു കൂടി പറയുക ഒക്കെ ഒരു രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഇതാണ്. നിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടുത്തെ വിവരമുള്ളവരാ നിന്നെയൊക്കെ ഇങ്ങനെ ആക്കുന്നത്. ആരെയും വിവരമുള്ളവർ മനസ്സിലായോ? അച്ഛൻ, ഏട്ടൻ, ആ വേണുവേട്ടനെ, അവരൊക്കെ ഒരു രീതിയിൽ പറഞ്ഞാൽ ഈ പറയുന്ന മാധവന്റെ പോലെയല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഏതായാലും എവിടെ
തമ്പ്ര, ഉണ്ട ചോറിന് ഉചിതം കാട്ടിയിട്ടുള്ളൂ തമ്പ്ര. അല്ലേ? അത് ഞാൻ ഉണ്ട ചോറിന്, അത് നമ്മൾ തിന്ന ചോറിന് ഉചിതം, അല്ലേ? തിന്ന ചോറിന് കൂറ് അല്ലെങ്കിൽ നന്ദി മാത്രം കാട്ടിയിട്ടുള്ളൂ. ചുവരിലിരിക്കുന്ന ഈ പറയുന്ന തേവന്റെ മുതലാളിയും മാധവന്റെയും വേണുവിന്റെ അച്ഛന്റെ പടം ചൂണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ആ കയ്യ തമ്പ്ര എന്നെ ഊട്ടിയത്, ഈ കയ്യെ ഏൻ ചതിച്ചില്ല തമ്പ്ര. ഹും, അച്ഛൻ ശുദ്ധനായിരുന്നു, അല്ലേ? അപ്പോ ബാക്കിയുള്ളവര് ആ അച്ഛനെ പറ്റിച്ചിട്ടുണ്ട്. തമ്പ്രാന്, ഈ പറയുന്ന തമ്പ്രാന് തേവന് അടക്കമുള്ള ആൾക്കാര് ശുദ്ധനായ അച്ഛനെ ഇങ്ങനെ പറ്റിച്ചു കൊണ്ട് നടക്കുകയാണെന്നുള്ള രൂപത്തിലാണ് പറഞ്ഞു വരുന്നത്. നിറവുള്ള കയ്യാ അത് തമ്പ്ര. അത് ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിനക്ക് പറയുന്നത് കേൾക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ വേറെ ആളുണ്ട് പാടത്ത് പണിക്ക്, നിന്നെ കൊണ്ട് പറ്റില്ലെങ്കിൽ ഇട്ട് പോ, അല്ലേ? നമ്മൾ പറഞ്ഞ പോട്ടെ, അല്ലെങ്കിൽ എന്താണ് പോവാണെങ്കിൽ പോട്ടെ എന്ന് കരുതിയിട്ടാണ് അത്രത്തോളം ഹാർഷായിട്ട്, അത്രത്തോളം ദേഷ്യത്തോട് കൂടിയിട്ട് വർഷങ്ങളായിട്ട് ആ വീട്ടിൽ പണിയെടുക്കുന്ന ദേവനോട് ആര് പറയുന്നത്? മാധവൻ പറയുന്നത്. അപ്പോ അവിടെ ആ ഒരു വാക്യം അദ്ദേഹത്തിന്റെ മനസ്സിനെ വളരെയധികം മുറിവേൽപ്പിക്കുന്നുണ്ട്. ഞാനിരിക്കെ ഈ പാടത്ത് വേറൊരുത്തിന് ഇറങ്ങുന്നത് ഞാൻ കാണില്ല. കാരണം ഈ പാടത്ത് മുഴുവൻ പണിയെടുക്കുന്നത് ഞാനാണ്. വല്യമ്പ്രാനോട് എനിക്കൊരു നന്ദിയുണ്ട്. അതുകൊണ്ട് ഞാനുള്ളപ്പോ വേറൊരാള് എന്ത് ചെയ്യില്ല, ഈ പാടത്ത് കണ്ടത്ത് ഇറങ്ങില്ല. നന്ദി, എന്നെ നന്ദിയാണല്ലോ ഇപ്പൊ അവിടെ കണ്ടത്. സ്വജാതിയെ വിട്ടിട്ട് അന്യമതക്കാരനെ സഹായിക്കാൻ ഒരുങ്ങും. അത് നോക്കൂ, അതായത് അവിടെ മനുഷ്യൻ എന്നതിലുപരി ഇവിടെ മാധവൻ സ്വന്തം ജാതിയെ അത്രമേൽ ഇത് കാണിച്ചിട്ട് മറ്റുള്ള ജാതിയെ ഈ പറയുന്ന ശത്രുക്കളായിട്ട് കാണുന്ന ഒരാളാണെന്ന് എവിടെയോ പറയാതെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അത് പൂർണ്ണമാവുന്നുണ്ട്. അത് മുഹമ്മദ് ഖാസിമിന്റെ നിലമായതുകൊണ്ടാണ് അദ്ദേഹം ഇപ്രകാരം പറയുന്നത്. സ്വന്തം ജാതിയെ അല്ലെ വിട്ടിട്ട് അന്യമതക്കാരനായിട്ടുള്ള ഒരാളെ സഹായിക്കാൻ ഒരുങ്ങുന്നത് നിന്റെ നന്ദിയുടെ ഭാഗമാണോ എന്നുള്ള ചോദ്യം. ഛേദമില്ലാത്തത് ആർക്കും ചെയ്തു കൊടുക്കണം, അവിടെ ജാതിയും മതവും നോക്കാൻ നിൽക്കല്. ആ ഒരു ഡയലോഗിന് ഒരു കയ്യടി, അല്ലേ? കാരണം എന്താന്ന് വെച്ചാല് ഈ പറയുന്ന നല്ല കാര്യം ആര് പറഞ്ഞാലും എന്ത് ചെയ്യണം, കേൾക്കണം. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചിട്ടില്ലേ? ചണ്ടാളനാണെങ്കിലും പറയുന്നത് നല്ല കാര്യമാണെങ്കിൽ കേൾക്കണം എന്നാ പറയാ. അപ്പൊ ഇവിടെ പറഞ്ഞ കാര്യം തേവനാണെന്നുണ്ടെങ്കിലും ലോകത്തുള്ള എല്ലാവരും സ്വീകരിക്കണമാണ്. ഛേദമില്ലാത്തൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കണം. അവിടെ ജാതിയും മതമല്ല നോക്കേണ്ടത്, മനുഷ്യനാണ്, മനുഷ്യനെയാണ്, അല്ലെ? നമ്മള് ഇപ്പോഴാണ് ഗുരുവിന്റെ ഓരോരോ വചനങ്ങൾ നമുക്ക് ഓർമ്മയിൽ വരിക. ജാതിയും മതമല്ല, മനുഷ്യന്മാരാണ്. ഒരു പുലയന് മണ്ണും മാനവും വലുതാണ്. രണ്ടും കിടന്നത് നോക്കി അവന് നിൽക്കാനായിട്ട് കഴിയൂല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, തേവനോട് പറയുന്നുണ്ട്, ക്ഷമിക്കണം, തേവൻ പറയുന്നുണ്ട്. അപ്പൊ മാധവൻ സഹികെട്ട ബാധോര, നിന്റെ പ്രസംഗമൊക്കെ മതി, ഞാൻ പറഞ്ഞ പോലെ ചെയ്യാവൂ. അവിടെ വരമ്പിൽ ഇറങ്ങണം, നീ ആ വെള്ളം വെട്ടിക്കൊടുത്ത് പോകാൻ വരുന്നവന് വിട്ടു കൊടുത്തേക്കരുത്. നീയിപ്പോ അവിടെ പോയിട്ട് വെള്ളം വെട്ടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവും? ചിലപ്പോ തല്ലും പിടിയും ഇതൊക്കെ ഉണ്ടാകും. പക്ഷെ ആരെങ്കിലും ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ വിട്ടു കൊടുക്കരുത്. ഒന്നും മിണ്ടാൻ കഴിയാതെ ഇങ്ങനെ നിൽക്കണം. എന്താ ഒന്നും മിണ്ടാത്ത? പ്രയാസമൊക്കെ ഒരു പ്രയാസം. കാരണം നമ്മൾ ചെയ്യുന്നത് തെറ്റ്. ഇനി അവര് എന്തെങ്കിലും പ്രയാസത്തിന് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെ ഉപദ്രവിക്കണം എന്നുള്ളതും കൂടെയാണ് ആര് പറഞ്ഞു കൊടുക്കുന്നത്? ഈ പറയുന്ന കൊച്ചമ്പ്രാൻ പറഞ്ഞു കൊടുക്കുന്നത്. വളരെ പ്രയാസത്തോടു കൂടി തല കുലുക്കി ഓ തമ്പ്ര എന്ന് പറയുന്നുണ്ട്. പണിയിൽ നീണ്ടു നിൽക്കണമെങ്കിൽ ചെയ്യണം, അത്ര തന്നെ. ഇത് പറയാനാ നിന്നെ വിളിച്ചത്. ഇപ്പം തന്നെ നേരെ പോയേക്ക്. തമ്പ്ര എന്ന് പറഞ്ഞ് വിഷാദഭരിതനായി ദേവൻ ഇറങ്ങിപ്പോകുന്നു. പുറകെ വിളിച്ചിങ്ങനെ പറയുന്നുണ്ട് ഇറക്കി പോകുമ്പോ, അവന്മാരും അല്ല കയ്യേറ്റത്തിനോ മറ്റോ വന്ന ദേവ, വിട്ടു കൊടുത്തേക്കരുത്. നമ്മുടെ വർഗത്തിനത് മാനക്കേടാ. ഏത് വർഗം?
മനുഷ്യവർഗം അല്ല കേട്ടോ, ഏതാ വർഗം എന്ന് മനസ്സിലായില്ലേ? ആ, ജാതിവർഗം. നമ്മുടെ വർഗക്കാര്, നമ്മുടെ ജാതിക്കാർക്ക് അത് മാനക്കേടാണ്. മേത്തന്മാർക്ക് കീഴടങ്ങേണ്ടി വന്നാ ഇങ്ങോട്ടടിച്ചാ അങ്ങോട്ട് അടിക്കും. ശേഷമൊക്കെ നമുക്ക് അല്ലേ, ഇങ്ങോട്ടടിച്ചാൽ അങ്ങോട്ട് അടിയോടടി, വേറെ ഒന്നും നോക്കണ്ട, ബാക്കിയൊക്കെ നമുക്ക് പിന്നെ നോക്കാം. ദേവൻ ഒക്കെ കേട്ടിട്ട് ഓംബ്ര എന്ന് തലാട്ടി പോകുന്നുണ്ട്. സന്തോഷചിത്തനായി മാധവൻ മേശക്കരികിലേക്ക് വരുന്നുണ്ട്. എന്തിനാ മനസ്സിലായോ? സ്വയം അങ്ങനെ പറയണ്ടേ, ഒരു വെടിക്ക് രണ്ട് പക്ഷി. സംഭവം എന്താ? ഏതായാലും കാസിമിനെ ഉപദ്രവിക്കണം, കാസിമിന്റെ ഈ പറയുന്ന നിലത്തിലേക്ക് വെള്ളം കിട്ടരുത് എന്ന് ആരാഗ്രഹിക്കുന്നുണ്ട്? മാധവൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവനെ പോയി ഉപദ്രവിക്കുക. അതിനൊപ്പം തന്നെ അവനെ ഉപദ്രവിച്ച ചിലപ്പോ അവര് പിടിച്ച് ദേവനെ ഉപദ്രവിക്കും. ദേവന് അത്രത്തോളം ഇഷ്ടമൊന്നുമല്ല ഈ, പ്രത്യേകിച്ച് അച്ഛന്റെ കയ്യാളായിട്ട് കുറെ കാലം ഉള്ളതുകൊണ്ടും, രണ്ടാമത് ശാന്തിയും ഈ പറയുന്ന വേണുവുമായിട്ടുള്ള അടുപ്പവും ഒക്കെ അദ്ദേഹത്തിന് ഒരു ഇഷ്ടക്കേടുണ്ട്. അപ്പോ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ ഇവന്റെ മുഷ്ക് കുറച്ച് കൂടിപ്പോയി കണ്ടോ. ഒരു പണി കൊടുത്തത് തന്നെയാണ്. അതെങ്ങനെ, നിർത്തേണ്ട അടുത്ത് നിർത്താതെ അല്ല ചേട്ടന്മാര് തലയിൽ കയറ്റിയിരിക്കുന്നത് എന്ന് പറഞ്ഞു നിൽക്കുന്ന സമയത്ത് ശാന്തി പ്രവേശിക്കുന്നു. അവളെ നോക്കാതെ തന്നെ ഒരു ചോദ്യം, അല്ല എന്തോന്നായിരുന്നു അവിടുത്തെ പ്രസംഗം? ശാന്തി പെട്ടെന്ന്, പ്രസംഗമോ എന്നൊരു ചോദ്യം. സോ നമുക്ക് തൽക്കാലം ഇവിടെ നിർത്താം. ഇനിയും ഒരുപാട് കാര്യങ്ങൾ, പകുതിയോളം അല്ലെങ്കിൽ കുറച്ച് എത്തിയിട്ടുള്ളൂ. ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാണ്ട്, നമ്മുടെ നാടകത്തിൽ പറയാനുണ്ട്, ചർച്ച ചെയ്യാനുണ്ട്. നന്നായിട്ട് വായിച്ചു നോക്കുക. വളരെ എളുപ്പത്തിൽ മനസ്സിലാവുന്നതും എന്നാൽ ഒരുപാട് ചിന്തിക്കേണ്ടതുമായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തു പോകുന്ന ഒരു പാഠഭാഗം തന്നെയാണ് സബർമതി ദൂരത്താണ് നീ ദൂരെയാണെന്ന് പറയുന്നത്. അപ്പോ അടുത്ത ഭാഗം തുടർച്ചയായിട്ട് ഇതിന്റെ രണ്ടാമത്തെ പാർട്ടായിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ അതും കൂടെ എല്ലാവരും കാണാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കുറിച്ച് വെക്കുക, ചോദിക്കാനും പ്രത്യേകം ശ്രമിക്കുക. ഓക്കെ, സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണും വരെ ഏവർക്കും നന്ദി, നമസ്കാരം.